പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ ഇന്ത്യൻ സമരങ്ങളിലേക്കുള്ള കടന്നുവരവും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ പഠിച്ചിരുന്നു. അതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ആണ്. പുതിയ SCERT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിനെല്ലാം പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. നന്നായിട്ട് സമയം യൂട്ടിലൈസ് ചെയ്യുക, പ്രയോജനപ്രദമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അത് നിങ്ങൾക്ക് എന്തായാലും പ്രയോജനം ചെയ്യുന്നതാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും അതുപോലെ തന്നെ മറ്റ് തലത്തിലുള്ള മറ്റ് പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനേഷൻ്റെ ഒക്കെ വരികയാണ്. പ്രിലിമിനറി എക്സാമിനേഷൻ മെയ് 2 ഒന്നാം ഘട്ടം ആരംഭിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിലിന്റെ എക്സാമിനേഷൻ ഈ വരുന്ന 18 കണ്ടക്ട് ചെയ്യുകയാണെന്നറിയാം. ഏപ്രിൽ 18 എക്സാമിനേഷൻ ഉണ്ടെന്നറിയാം. അപ്പോൾ അതിനൊക്കെ പ്രയോജനം ചെയ്യും. എന്തായാലും നന്നായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും വെറുതെ ആകില്ല. അതുകൊണ്ട് ക്ലാസ് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ ഖിലാഫത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ആ ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC അറിയാമല്ലോ, INCയുടെയും നേതൃത്വത്തിൽ അക്രമരഹിതമായിട്ട് ആരംഭിച്ച ഒരു സമരമാണ് നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിസ്സഹകരണ സമരത്തിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അത് എന്തൊക്കെയായിരുന്നു ആ സമരത്തില് അടങ്ങിയിരുന്നവ? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്നിവയൊക്കെ നിസ്സഹകരണ സമരത്തിന്റെ രീതികൾപ്പെട്ടവയാണ്. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കളൊക്കെ ബഹിഷ്കരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക, നമ്മളിത് ഓൾറെഡി പഠിച്ചിരുന്നു. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങളൊക്കെ അങ്ങനെ സ്ഥാപിച്ച ദേശീയ വിദ്യാലയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചിരുന്നു ഹിന്ദ് സ്വരാജ്. ഗാന്ധിജി രചിച്ച് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്നത്. 1909 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഗാന്ധിജി വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും എന്ന് ഗാന്ധിജി എന്ത് ചെയ്തു? ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന തന്റെ പുസ്തകത്തിലൂടെ പ്രതിപാദിക്കുകയുണ്ടായി. അതായത് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയം ഭരണം എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വയംഭരണത്തിൽ പലതരത്തിലുള്ള ആൾക്കാർ, നമുക്കറിയാം, വിദ്യാർത്ഥികളൊക്കെ സഹകരിച്ചു, കർഷകര്, ഗോത്ര ജനത, അങ്ങനെ ഈ നിസ്സഹകരണ സമയത്താണ് ഇന്ത്യയിലെ ബനാറസിലെ കാശി വിദ്യാപീഠവും ഗുജറാത്തിലെ വിദ്യാപീഠവും അലിഗഡിലെ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയൊക്കെ അക്കാലത്താണ് ആരംഭിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. ഇനി നിയമനിർമ്മാണ സഭകളിൽ എങ്ങനെയാണ് പോരാട്ടം നടന്നതെന്നുള്ളതാണ് നമ്മൾ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിയമനിർമ്മാണ സഭകളിലെ പോരാട്ടത്തെ കുറിച്ചാണ്. നമുക്കറിയാം, നിസ്സഹകരണ സമര കാലത്ത് തിരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ഒക്കെ എന്ത് ചെയ്തിരുന്നു? ഇന്ത്യൻ ജനത ബഹിഷ്കരിച്ചിരുന്നു. എന്നാൽ ഇതിനോട് വിയോജിപ്പ് ആർക്കൊക്കെ ഉണ്ടായിരുന്നു? ഓർത്തിരിക്കണം, കോൺഗ്രസ് നേതാക്കളായ CR ദാസ്, ചിത്തരഞ്ജൻ ദാസ്, അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു. അങ്ങനെ ഇവർക്ക് ഈ നിസ്സഹകരണ സമരകാലത്ത് തിരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചിരുന്നതിനോട് വിയോജിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ CR ദാസിന്റെയും മോത്തിലാൽ നെഹ്റുവിന്റെയും നേതൃത്വത്തിൽ രൂപപ്പെട്ടതാണ്, ഓർത്തിരിക്കണം, 1923 ചൗരി ചൗര സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. അതിനുശേഷം നിസ്സഹകരണ സമരം പിൻവലിക്കുകയൊക്കെ ചെയ്തു എന്നറിയാം. അപ്പോൾ 1923 CR ദാസും മോത്തിലാൽ നെഹ്റുവും എന്ത് ചെയ്തു? സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നുണ്ട്. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവരെന്ത് ചെയ്ത്? സ്വരാജ് പാർട്ടി രൂപീകരിക്കുകയും അങ്ങനെ നിയമനിർമ്മാണ സഭകളില് അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു. നമുക്കറിയാം, ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതെന്നൊക്കെ അറിയാം. അപ്പോൾ അതിനുശേഷവും ഓർത്തിരിക്കണം, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എക്സാമിന് ഇതൊക്കെ ചോദിക്കും.
ആന്ധ്രയിലെ ഗോത്ര ജനതയുടെ സമരം. ആ പേര് ഓർത്തിരുന്നു, അല്ലൂരി സീതാരാമരാജു. എക്സാമിന് ചോദിക്കും. റാംബലഹള ഏത് സംസ്ഥാനവുമായിട്ട്, അത് ഏത് ആന്ധ്രയിലെ ഗോത്ര ജനത നേതൃത്വം നൽകിയ സമരമാണ് എക്സാമിന് ചോദിക്കാം. എന്താണ് റാംബലഹള? എന്താണ് റാംബലഹള? അതിന് നേതൃത്വം നൽകിയത് അല്ലൂരി സീതാരാമരാജു ആണ്. അല്ലൂരി സീതാരാമരാജു ആണ് റാംബലഹളയ്ക്ക് നേതൃത്വം നൽകിയ. ആരാണ്? അല്ലൂരി സീതാരാമരാജു. അപ്പോൾ അല്ലൂരി സീതാരാമരാജുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയ ഇന്ത്യയിലെ പ്രശസ്തനായ വിപ്ലവകാരിയാണ് ആര്? അല്ലൂരി സീതാരാമരാജു. ആന്ധ്രാപ്രദേശിലെ ഗോദാവരി മേഖല കേന്ദ്രീകരിച്ച് നടന്ന, ഏത് മേഖലയാണ്? ഗോദാവരി മേഖല കേന്ദ്രീകരിച്ചിട്ടാണ് ഈ റാംബലഹള അല്ലെങ്കിൽ റംബ കലാപം നടക്കുന്നത്. 1922-24 മുതൽ 1922 മുതൽ 24 വരെയാണ് ഈ റാംബലഹള നടക്കുന്നത്. അതിന് നേതൃത്വം നൽകിയത് അല്ലൂരി സീതാരാമരാജു ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇദ്ദേഹം ജനിച്ചത് 1897 ആന്ധ്രാപ്രദേശിലാണ്. അതുപോലെ തന്നെ മന്യാം വീരുഡു വനവാസികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തെ വനത്തിലെ നായകൻ എന്നറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ മന്യാം വീരുഡു എന്നറിയപ്പെട്ടിരുന്നത് അല്ലൂരി സീതാരാമരാജു ആണ്. അപ്പോൾ മന്യാം വീരുഡു എന്ന വിശേഷണമുള്ള, അല്ലെങ്കിൽ വനത്തിലെ നായകൻ എന്ന വിശേഷണമുള്ളത് വനവാസികൾക്കിടയിലാണ്. ആർക്കാണ്? അല്ലൂരി സീതാരാമരാജുവിനാണ് മന്യാം വീരുഡു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ റാംബ കലാപം അല്ലെങ്കിൽ റാംബ ലഹള വനവാസികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിന് 1882 മദ്രാസ് ഫോറസ്റ്റ് ആക്ടിനെതിരെയായിരുന്നു റാംബലഹള നടന്നത്. എന്തായിരുന്നു? 1882 മദ്രാസ് ഫോറസ്റ്റ് ആക്ടിനെതിരെയായിരുന്ന ഒരു ഗറില്ല സമരമുറയായിരുന്നു ഈ റാംബലഹള. വനവാസികളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത ആക്ടായിരുന്നു 1882 മദ്രാസ് ഫോറസ്റ്റ് ആക്ട്. ഈ അല്ലൂരി സീതാരാമരാജുവിനെ 1924 മെയ് 7 ബ്രിട്ടീഷ് സേന പിടികൂടി വെടിവെച്ചൊക്കെ കൊല്ലുന്നുണ്ട്. ഓർത്തിരിക്കണം. ഒരു പക്ഷേ ചോദിക്കാം, അല്ലൂരി സീതാരാമരാജുവിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി 1974 കൃഷ്ണ നായകനായ അല്ലൂരി സീതാരാമരാജു എന്ന ചലച്ചിത്രമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു, നമ്മൾ RRR എന്ന് പറയുന്ന ഒരു സിനിമ അറിയാമല്ലോ, രാം ചരൺ അവതരിപ്പിച്ച കഥാപാത്രത്തിലെ SS രാജമൗലി സംവിധാനം ചെയ്ത പ്രശസ്ത ചിത്രമാണ് RRR. അപ്പോൾ ഈ RRRലെ രാം ചരൺ അവതരിപ്പിച്ച കഥാപാത്രം അല്ലൂരി സീതാരാമരാജുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. അപ്പോൾ ബ്രിട്ടീഷ് വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലിമേയ്ക്കാനുള്ള അവകാശങ്ങൾ തടയപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമായിരുന്നു റാംബലഹളയ്ക്ക് പ്രോത്സാഹനം നൽകിയത്, അല്ലെങ്കിൽ റാംബലഹളയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് മനസ്സിലായി. 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലാവുകയൊക്കെ ചെയ്തു. മലബാർ സ്പെഷ്യൽ പോലീസും SM റൈഫിൾസും എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ഈ റാംബ ലഹള അടിച്ചമർത്തുന്നത്. അങ്ങനെ അല്ലൂരി സീതാരാമരാജുവിനെ സമരത്തിനിടയിലാണ് കൊലപ്പെടുത്തിയത്. അത് നമ്മൾ പറഞ്ഞു, വെടിവെച്ച് കൊന്നു എന്ന് പറഞ്ഞു. 1924 മെയ് 7 വെടിവെച്ച് കൊന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ റാംബലഹള എന്താണ് മനസ്സിലായി. നമുക്ക് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവുമായിട്ട് കൂടിക്കാഴ്ച നടന്നുണ്ടല്ലേ? ഒരു നൂറ്റാണ്ട് തികഞ്ഞ കൂടിക്കാഴ്ചയാണ്. നൂറ്റാണ്ട് കഴിഞ്ഞു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച ഗാന്ധിജി, അതുപോലെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ശ്രീനാരായണ ഗുരു. 1925 മാർച്ച് 12 തീയതി ഓർത്തിരിക്കണം. 1925 മാർച്ച് 12 ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും വർക്കലയിലെ ശിവഗിരി മഠത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. വർക്കലയിലെ ശിവഗിരി മഠത്തിനടുത്തുള്ള വനജാക്ഷി മന്ദിരത്തിൽ വെച്ചിട്ടാണ് അവർ കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പോൾ ഈ രണ്ട് മഹത് വ്യക്തികൾ 1925 മാർച്ച് 12 കൂടിക്കാഴ്ച നടക്കുന്നത്. ഇങ്ങനെ 2025 മാർച്ച് 12 ഒരു നൂറ്റാണ്ട് 100 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ബർദോളിയിലെ കർഷക മുന്നേറ്റങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്.
1928 ഗുജറാത്തിലെ ബർദോളിയില് വലിയൊരു കർഷക സമരത്തിനൊക്കെ വീതിയാകുന്നുണ്ട്. ആരുടെ നേതൃത്വത്തിലായിരുന്നു ആ കർഷക സമരം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പങ്കെടുത്ത പ്രമുഖ വ്യക്തിത്വങ്ങൾ അറിഞ്ഞിരിക്കണം. അബ്ബാസ് തിയാബ്ജി, വിത്തൽഭായ് പട്ടേൽ, ഇവരൊക്കെ ഈ കർഷക സമരത്തിലെ, ബർദോളിയിലെ കർഷക സമരത്തില് വളരെയധികം പങ്കുവഹിച്ചവരാണ്. എന്തായിരുന്നു ഈ ബർദോളിയിലെ കർഷക മുന്നേറ്റത്തിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1928 നികുതി വർധനവായിരുന്നു ഈ സമരത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചുകൊണ്ട് എന്ത് ചെയ്ത് കർഷകർ സമരം ആരംഭിക്കുകയും കൃഷിയിടങ്ങള്, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷികോപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് എങ്ങനെയാണ് നിർദ്ദേശിച്ചത്? നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളായി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. ഗാന്ധിജി അങ്ങനെ ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണയൊക്കെ നൽകുകയും അങ്ങനെ അവസാനം നികുതി വർധനവ് പിൻവലിക്കുകയും സമരമൊക്കെ വിജയിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ 1928 ബർദോളി സത്യാഗ്രഹം അല്ലെ ബർദോളി സമരം അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ പ്രധാന നേതാക്കൾ സർദാർ വല്ലഭായ് പട്ടേൽ, അബ്ബാസ് തിയാബ്ജി, വിത്തൽഭായ് പട്ടേൽ. നികുതി വർധനവിനെതിരെ നടത്തുന്ന പ്രധാന സമരമാണ്, സമരത്തിന്റെ പ്രധാന കാരണം തന്നെ അതാണ് അല്ലെ. അതുപോലെ തന്നെ ഗാന്ധിജിയും എന്ത് ചെയ്യുന്നുണ്ട്? ഉറച്ച പിന്തുണ ബർദോളി സമരത്തിന് നൽകുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം. നമുക്കറിയാം ലാഹോർ സമ്മേളനം, INCയുടെ ലാഹോർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തെ കുറിച്ചൊക്കെ അറിയാം. ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഇതിന്റെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ബിപിൻ ചന്ദ്ര ഇച്ചലിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ബിപിൻ ചന്ദ്ര ഇച്ചലിന്റെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. അതിനകത്ത് പ്രതിപാദിക്കുന്നതാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ഈ കോട്ട്. എന്താണ്? ഞാനൊരു റിപ്പബ്ലിക്കനും സോഷ്യലിസ്റ്റുമാണ്. എനിക്ക് രാജാക്കന്മാരിലും രാജകുമാരന്മാരിലും വിശ്വാസമില്ല. പുത്തൻ വ്യവസായ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതിയിലും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റു ആണ്. നമുക്കറിയാം 1929 ഇന്നത്തെ പാകിസ്ഥാനിലെ ലാഹോറിൽ നടന്ന, അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം. ഈ വാർഷിക സമ്മേളനത്തിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആ ജവഹർലാൽ നെഹ്റു അധ്യക്ഷ പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ള ഭാഗമാണ് നമ്മൾ ബിപിൻ ചന്ദ്ര ഇച്ചലിന്റെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസിലൂടെ വായിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ സമ്മേളനം പല കാരണങ്ങൾ കൊണ്ട് സുപ്രധാനമായിരുന്നു എന്ന് നമുക്കറിയാം. എക്സാമിന് ചോദിക്കും, ഈ 1929 ഡിസംബറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനമായ ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടത് ലാഹോർ സമ്മേളനത്തിലാണ്. 1929 ഡിസംബറിൽ നടന്ന ലാഹോർ സമ്മേളനത്തിലായി. ഇതിനായി ബഹുജന സമരമൊക്കെ ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തുന്നുണ്ട്. അതേപോലെ ത്രിവർണ പതാക സ്വീകരിക്കുന്നത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. അപ്പോൾ ഈ പോയിന്റ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പില് ചോദിക്കാം. ഓക്കെ അല്ലേ? INCയുടെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ ഒരിക്കൽ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പൂർണ്ണ സ്വരാജ് അല്ലെ, ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന ചരിത്ര പ്രസിദ്ധമായ പൂർണ്ണ സ്വരാജ് പ്രമേയം ലാഹോർ സമ്മേളനത്തിലാണ് പാസ്സാക്കുന്നത്. അതുപോലെ തന്നെ 1929 ഡിസംബർ 31 അർദ്ധരാത്രിയിൽ ലാഹോറിലെ രവി നദിക്കരയിൽ നെഹ്റു ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തുന്നത്. അത് ഈ ലാഹോർ സമ്മേളനത്തോടനുബന്ധിച്ചാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നുണ്ട് 1930 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ ലാഹോർ സമ്മേളനം തീരുമാനിക്കുന്നുണ്ട് 1930 ജനുവരി 26. അതുപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനം ആരുടെ നേതൃത്വത്തിലാണ്? പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തും. ഇതെല്ലാം ലാഹോർ സമ്മേളനത്തോട് അനുബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ
ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1930 ജനുവരി 26 ചരിത്രപ്രധാനമായ പ്രാധാന്യം കണക്കിലെടുത്താണ് 20 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ റിപ്പബ്ലിക്കായി അല്ലേ. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതും ആ ദിവസം നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷം. അത് ഈ ലാഹോർ സമ്മേളനത്തിലെ ആദ്യത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷമാണ്. 1930 ജനുവരി 26 ആ 26 പ്രാധാന്യം കണക്കിലെടുത്താണ് 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്ന ദിവസം നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പഠിക്കണം. മനസ്സിലായല്ലോ? അതായത് ഈ ജനുവരി 26 എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണ് 1947 ഓഗസ്റ്റ് 15 നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സ്വാതന്ത്ര്യ ദിന ആഘോഷമാണ്. ഒരുപക്ഷെ ആ തീയതി ചോദിക്കാം. ലാഹോർ സമ്മേളന തീരുമാനപ്രകാരമാണ് INCയുടെ വാർഷിക സമ്മേളനമായ 1929 ലാഹോർ സമ്മേളന തീരുമാനപ്രകാരമാണ് 1930 ജനുവരി 26 ഇന്ത്യ മുഴുവനും സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേ സമയം എന്ത് ചെയ്ത് യോഗങ്ങളൊക്കെ ചേരുകയും സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ട്. ദേശീയ പതാക ഉയർത്തുകയും ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുകയും ജനം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ അങ്ങനെ പങ്കാളിയൊക്കെയായി. ചർക്കയിൽ നൂൽനൂൽപ്പ്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചാരണം എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമായി നടന്നു. അങ്ങനെ തുടർന്നുള്ള വർഷങ്ങളിലും ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുകയും അങ്ങനെ സ്വാതന്ത്ര്യാനന്തരം 1947 ഓഗസ്റ്റ് 15 ശേഷം ആണല്ലോ സ്വാതന്ത്ര്യം എന്നാണല്ലോ കിട്ടിയത്. സ്വാതന്ത്ര്യാനന്തരം റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മൾ അങ്ങനെ ജനുവരി 26 തിരഞ്ഞെടുത്തതും ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. മറന്നു പോകരുത്. ഇന്ന് നമ്മൾ ആ ദണ്ഡി യാത്രയെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. ലാഹോർ സമ്മേളന പ്രകാരം അല്ലെ, അതിലത്തെ തീരുമാനപ്രകാരം പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യമായി ഒരു ബഹുജന സമരം തലപ്പെടുത്തിയിരുന്നത്. സമരം ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ, അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലെ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചൊരു കത്തൊക്കെ നൽകിയിരുന്നു. ആർക്കാരുടെ? ഇർവിൻ പ്രഭുവിന്. സർക്കാരിനെതിരെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, അതായത് സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്നതിന്റെ കാര്യവും ഇർവിന് ആ കത്തിലൂടെ സൂചിപ്പിച്ചിരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും സമരത്തിൽ പങ്കാളിയാക്കുക എന്നതായിരുന്നു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഗാന്ധിജിയുടെ ലക്ഷ്യം. അങ്ങനെ തുടർന്ന് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘന സമരം തുടങ്ങാൻ ഗാന്ധിജി തീരുമാനിക്കുകയാണ്. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ടാണ് ഉപ്പ് നിയമം ലംഘിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇതിനായി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും തിരഞ്ഞെടുക്കപ്പെട്ട 78 സന്നദ്ധ പ്രവർത്തകരും പദയാത്ര നടത്തി. ആ എണ്ണം അറിഞ്ഞിരിക്കണം. ഗാന്ധിജിയെ കൂടാതെ 78 സന്നദ്ധ പ്രവർത്തകരാണ്. 24 ദിവസമാണ് ആ യാത്ര നീണ്ടുനിന്നത്. 24 ദിവസം നീണ്ടുനിന്ന യാത്ര റിപ്പോർട്ട് ചെയ്യാൻ നിരവധി വിദേശ പത്രപ്രവർത്തകരൊക്കെ എത്തിച്ചേർന്നു. യാത്രയിൽ പാതയ്ക്ക് ഇരുവശത്തും ആളുകളൊക്കെ തിങ്ങിക്കൂടിയിരുന്നു. അവരോട് ഗാന്ധിജി ശുചിത്വ ബോധത്തെക്കുറിച്ചും ഖാദി ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സാമുദായിക സൗഹാർദ്ദം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ ഉദ്ബോധനമൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെ ഓർത്തിരിക്കണം, 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘന സമരത്തിന് തുടക്കം കുറിക്കുന്ന ഇമ്പോർട്ടന്റ് ആണ്. 1930 ഏപ്രിൽ 6 ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ചിട്ട് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്നത്. ഉപ്പ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് ലഘുലേഖകളൊക്കെ തയ്യാറാക്കി ജനങ്ങൾക്കൊക്കെ വിതരണം ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ഉപ്പ് തന്നെ തിരഞ്ഞെടുത്തത്? ഉപ്പ് നിർമ്മാണം അക്കാലത്ത് സർക്കാരിന്റെ കുത്തകയായിരുന്നു. അതിനാൽ സ്വകാര്യ വ്യക്തികള് ഉപ്പ് നിർമ്മിക്കുന്നത് കുറ്റകരമായി കണക്കാക്കിയിരുന്നു. അങ്ങനെ നിർമ്മിക്കുന്നവർക്ക് ശിക്ഷയൊക്കെ വിധിച്ചിരുന്നു. അങ്ങനെ അത് ലംഘിക്കാനായിരുന്നു ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം തന്നെ നടത്താനായിട്ട് തീരുമാനിച്ചത്. പൊതുവെ ഉഷ്ണമേഖലാ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇന്ത്യ, ആ ഇന്ത്യയിലെ ജനങ്ങൾക്കും വളർത്തുമൃഗങ്ങൾക്കുമെല്ലാം ഒരുപോലെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഉപ്പെന്നറിയാം. കാർഷിക ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിച്ചിരുന്ന ഉപ്പിന്മേലുള്ള സർക്കാരിന്റെ കുത്തകയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്, എക്സാമിനൊക്കെ പരീക്ഷ ചോദിക്കാം, എന്താണ്? നിന്ദ്യമായ കുത്തക എന്നാണ് വിശേഷിപ്പിച്ചത്. സർക്കാരിന് മാത്രമേ അന്ന് ഉപ്പ് നിർമ്മിക്കാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ.
അപ്പൊ അതാണ് ആദ്യം ലംഘിക്കുന്നത്. നിങ്ങൾ അതുപോലെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഡണ്ടി കടപ്പുറത്ത് 1930 ഏപ്രിൽ 6 ഉപ്പ് നിർമ്മിച്ച് നിയമലംഘന സമരത്തിന് ഗാന്ധിജി നേതൃത്വം നൽകിയെന്ന് പറഞ്ഞു, തുടക്കം കുറിച്ചെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ധരാസനയിൽ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. 1930 മെയ് 21 2000-ലധികം പേരടങ്ങിയ ഒരു സംഘം സമരക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് എത്തുന്നുണ്ട്. അവർ അടുത്തെത്തിയതോടെ പോലീസ് സേന പാഞ്ഞെടുത്ത് ഇരുമ്പ് കഷ്ണങ്ങൾ ഘടിപ്പിച്ച ലാത്തികൾ ഉപയോഗിച്ചിട്ട് സമരക്കാരെ മർദ്ദിക്കുന്നുണ്ട്. അങ്ങനെ സമരക്കാരെ നിലത്ത് വീഴുന്നത് വരെ മർദ്ദിക്കുകയും പരിക്കേറ്റവരെ സഹസമരക്കാർ എടുത്തുകൊണ്ട് പോകുമ്പോഴും പുതിയ സംഘം എങ്ങനെ മുന്നോട്ട് വരികയാണ്. പോലീസ് അവരെയും തല്ലിച്ചതയ്ക്കുകയാണ്. അവരെ മാറ്റുമ്പോൾ അടുത്ത സംഘം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അവസാനം 11 മണിക്ക് താപനില 46.67 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കുമ്പോൾ പരിക്കേറ്റവർ 320, മരിച്ചവർ 2 അമേരിക്കൻ പത്രപ്രവർത്തകനും സമരത്തിന് ദൃക്സാക്ഷിയുമായിട്ടുള്ള എക്സാമിന് ചോദിക്കാം, വെബ് മില്ലർ രേഖപ്പെടുത്തിയതാണ്. ഈ ധരാസന സമരവുമായിട്ട് ബന്ധപ്പെടുത്തി വെബ് മില്ലർ രേഖപ്പെടുത്തിയ അമേരിക്കൻ പത്രപ്രവർത്തകനാണ്. എന്തായിരുന്നു? 11 മണിക്ക് താപനില 46.67 ഡിഗ്രി സെൽഷ്യസിൽ എത്തി നിൽക്കുമ്പോൾ ഈ പരിക്കേറ്റവർ സമരത്തിൽ പങ്കെടുത്ത് ഇരുമ്പ് കഷ്ണങ്ങൾ കൊണ്ട് ലാത്തികൾ ഉപയോഗിച്ച് സമരക്കാരെ മർദ്ദനത്തില് പരിക്കേൽപ്പിക്കുകയും അതില് 320 പേർക്ക് പരിക്കേൽക്കുക, 2 പേർ മരിച്ചു എന്ന് അമേരിക്കൻ അദ്ദേഹം ഇതിന് സാക്ഷിയായിരുന്നു, നേരിട്ട് കണ്ട വ്യക്തിയായിരുന്നു. വെബ് മില്ലർ എന്നാണ് പേര്. 18 വർഷം 20 രാജ്യങ്ങൾ പത്രപ്രവർത്തനം നടത്തിയിട്ടുള്ള ഞാൻ ധാരാളം ജനകീയ പ്രക്ഷോഭങ്ങളും ലഹളകളും തെരുവുയുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ധരാസനയിലുണ്ടായതുപോലെ ഒരു സംഭവം ഞാൻ ദർശിച്ചിട്ടില്ല എന്ന് പ്രസ്താവിച്ചത് വെബ് മില്ലറാണ്, അമേരിക്കൻ പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കണം, ഇത് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വിപിൻ ചന്ദ്ര ഇച്ചലിന്റെ ടെക്സ്റ്റ് ബുക്കായ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിയമലംഘന സമരകാലത്ത് ഓർത്തിരിക്കണം, സരോജിനി നായിഡു, ഇമാം സാഹിബ് ഇവരുടെ നേതൃത്വത്തില് ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണ സമര കേന്ദ്രത്തിൽ നടത്തിയ ആ സമരത്തിന്റെ വിശദീകരണമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. അതിനെക്കുറിച്ചാണ് വെബ് മില്ലർ പറഞ്ഞത്. ഓക്കെ, അപ്പോ വടക്ക് പടിഞ്ഞാറേ ഇന്ത്യ നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു എന്നറിയാം. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയില് നിയമലംഘന സമരത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരുന്നു. അതായത് അദ്ദേഹത്തിന് ഒരു വിശേഷണമുണ്ടെന്ന് നിങ്ങൾക്കറിയാം, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ ഖുദായ് ഖിദ്മത്ഗർ, ഓർത്തിരിക്കണം, ഈ ഖുദായ് ഖിദ്മത്ഗർ എന്ന് പറയുന്ന സന്നദ്ധ സേന പ്രവർത്തിച്ചിരുന്നത് നിയമലംഘന സമരവുമായി ബന്ധപ്പെട്ട് അതിർത്തി ഗാന്ധി എന്ന വിശേഷണമുള്ള ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്റെ നേതൃത്വത്തിലായിരുന്നു. ഏതാണ്? ഖുദായ് ഖിദ്മത്ഗർ. അപ്പോൾ ഈ സമരത്തിൽ വിവിധ വിഭാഗം ജനങ്ങള് പങ്കെടുത്തു ഈ നിസ്സഹരണ അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്. സർക്കാരിന് നികുതി നൽകാതെയും ജന്മിമാർക്ക് പാട്ടത്തുക നൽകാതെയും കർഷകരൊക്കെ സമരത്തിലെ പങ്കാളികളായി. റെയിൽവേ, തുറമുഖം, കനി എന്നിവയിലെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കുകയും, ഓർത്തിരിക്കണം, ഷോലാപൂർ, മഹാരാഷ്ട്രയിലെ ഷോലാപൂരിലെ തൊഴിലാളികൾ നടത്തിയ സമരം അക്രമത്തിലൊക്കെ കലാശിക്കുന്നുണ്ട്. ഗോത്ര ജനത വനനിയമങ്ങൾ ലംഘിച്ച് കാടുകൾ കയറി വിഭവങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട്. സ്ത്രീകൾ ഉപ്പ് നിർമ്മാണം, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകളൊക്കെ പിക്കറ്റ് ചെയ്യുകയും അങ്ങനെ സജീവമായിട്ട് സമരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും കച്ചവടക്കാരും വ്യവസായികളും ഒന്നും തയ്യാറായില്ല. ഇനി അതുപോലെ തന്നെ ഓർത്തിരിക്കണം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റാണി ഗൈഡിൻലിയു. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. നിയമലംഘന സമരകാലത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയായിരുന്നു ആര്? റാണി ഗൈഡിൻലിയു. നിയമലംഘന സമരകാലത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതാ പോരാളിയായിരുന്നു റാണി ഗൈഡിൻലിയു. നിയമലംഘന സമരകാലത്ത് അറസ്റ്റിലായ അവര് യൗവനകാലം മുഴുവൻ ജയിലിലാണ് കഴിഞ്ഞത്. ജയിലിൽ അവരെ സന്ദർശിച്ച ജവഹർലാൽ നെഹ്റു പറയുന്നൊരു വാക്കുകളുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു?
അതറിഞ്ഞിരിക്കണം. ഇന്ത്യ അവരെ ഓർമ്മിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരും. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിരുന്നതെന്ന് കഴിഞ്ഞാൽ റാണി ഗൈഡിൻലിയുവിനെ കുറിച്ച് ജവഹർലാൽ നെഹ്റു എഴുതിയതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചതിന് ശേഷമാണ് റാണി ഗൈഡിൻലിയു ജയിൽ മോചിതയാകുന്നത്. നിയമലംഘന സമരകാലത്ത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ധീരയായ വനിതയായിരുന്നു ആരോ റാണി ഗൈഡിൻലിയു. അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ 10ാം ക്ലാസ്സിലെ പുതിയ SCERT പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ടുള്ള കുറേ വസ്തുതകളാണ് പങ്കുവച്ചത്. ഇതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.